പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് കാരണന്മാര് പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ, സംഭവം സത്യ. എന്തൊക്കെ പരിപാടികൾ ഞങ്ങൾ കമ്പനിയിൽ ചെയ്തിട്ടും ഏതൊക്കെ മോഡൽ എലിക്കൂടുകൾ വെച്ചിട്ടും എലി ഒരു രക്ഷയില്ല. ഞാനിത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ ആൾക്കാരോട് ഇതിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ അങ്ങനെ ഈ ഫുഡുമായി ബന്ധപ്പെട്ട ഒരു എക്സിബിഷന് പോയപ്പോഴാണ് ഞാനൊരു റാറ്റ് റെപ്പല്ലർ എന്ന് പറയുന്നൊരു മെഷീൻ കണ്ടത്. ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ അവര് ഗ്യാരണ്ടീഡ് ആയിട്ട് വരൂല എന്ന് പറഞ്ഞു, എലി വരൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ഡെമോ ചോദിച്ചു. അപ്പൊ അവർ ആദ്യം പറഞ്ഞു നിങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങണം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിക്കാം, എനിക്ക് ഈ സാധനം നിങ്ങൾ സക്സസ് ആയാൽ എനിക്കിത് കുറച്ചധികം എണ്ണം വേണം എന്ന് പറഞ്ഞു. ഒരെണ്ണം അവർ ഡെമോ തന്നു. എനിക്കത് സയന്റിഫിക്കലി സക്സസ് ആണ് തോന്നി. എൻ്റെ കമ്പനിയിൽ ഞങ്ങളത് ഓർഡർ കൊടുത്തു. കണ്ടമാനം എലികളുടെ ശല്യം കുറഞ്ഞു. അപ്പോൾ ടെക്നോളജി നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഫുഡ് ഇൻഡസ്ട്രി ആവുന്നതുകൊണ്ട് നമുക്ക് തന്നെ ഈ എലിവഷം പോലത്തെ പരിപാടികൾ നമുക്ക് നടക്കൂല. അപ്പൊ ഈ റാറ്റ് റെപ്പല്ലർ ആണ് അന്ന് ഞങ്ങളെ സേവ് ചെയ്തത്. ഇതുപോലെ നിങ്ങൾക്കും എലിയുടെ ശല്യം ഉണ്ടെങ്കിൽ റാറ്റ് റെപ്പല്ലർ യൂസ് ചെയ്യാം. ഒരുപാട് കമ്പനികൾ അത് സെയിൽ ചെയ്യുന്നുണ്ട്. എറണാകുളത്തൊക്കെ ഒരുപാട് കമ്പനികൾ. ഓക്കെ, താങ്ക് യു.